രൂപീകരിച്ച കാലം മുതൽ CPIക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളിലൊന്നായ രമ്യ ഹരിദാസിനെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് UDF നീക്കം. കഴിഞ്ഞ തവണ കോൺഗ്രസിനായി മത്സരിച്ച BS അനൂപ് BJP സ്ഥാനാർത്ഥിയായതോടെ സംവരണ മണ്ഡലമായ ചിറയൻകീഴിൽ ത്രികോണ മത്സരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. രണ്ടായിരത്തി 2011 മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനൊപ്പമാണ് ചിറയൻകീഴ്. CPI നേതാവ് V ശശിക്ക് 12,225 വോട്ടാണ് ആദ്യം ഭൂരിപക്ഷമെങ്കിൽ 2016-ലും 2021-ലും 14,000-ന് മുകളിലായി ഉയർന്നു. എന്നാൽ ഇത്തവണ ചിറയൻകീഴിൽ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്ന ആശാനാഥായിരുന്നു BJP സ്ഥാനാർത്ഥി. ആശാനാഥിലൂടെ 10,000-ലധികം വോട്ടിന് വർധനയുണ്ടായി. കോൺഗ്രസിനായി ചിറയൻകീഴിൽ മത്സരിക്കുന്നത് രമ്യ ഹരിദാസ് ആണ്. ഇതെല്ലാം ചിറയൻകീഴിലെ മത്സരം പ്രവചനാതീതമാക്കുമെന്നുറപ്പ്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് പരിഗണിച്ചത് മുതൽ പ്രാദേശിക എതിർപ്പ് ഉയർന്നിരുന്നു. കോലം കത്തിച്ച് പ്രതിഷേധിച്ചെങ്കിലും രമ്യ തന്നെ സ്ഥാനാർത്ഥിയായി. മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയതോടെ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ടീം UDF കാരണം പുതുയുഗ യാത്ര കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. പുതുയുഗ പിറവിക്കായിട്ട് ഈ നാട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഒരു പുതുയുഗത്തിനായിട്ടുള്ള ഒരു വരവാണ് UDFന്റെ വരവ്. അതിനു വേണ്ടിയിട്ട് ജനങ്ങളും ആഗ്രഹിക്കുന്നു. അതിന് ടീം UDF തയ്യാറായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളും വലിയ ആവേശത്തിലാണ്. ദളിത് കോൺഗ്രസ് നേതാവ് BS അനൂപായിരുന്നു കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി. ഇത്തവണ രമ്യ ഹരിദാസിനെ പരിഗണിക്കുന്നതിൽ എതിർപ്പറിയിച്ച് പാർട്ടി വിട്ട അനൂപിനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. മുൻ കോൺഗ്രസ് നേതാവിലൂടെ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് BJP പ്രതീക്ഷ. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് വന്നതിന് ശേഷം പ്രചരണം ഇന്നലെ ആരംഭിച്ച ശേഷം ഈ നിമിഷം വരെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആളുകൾ ഞാൻ പറഞ്ഞ നിലപാടാണ് ശരി എന്നുള്ള തരത്തിലേക്കാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം വോട്ടായി മാറും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചിറയൻകീഴ് അസംബ്ലി ഈ തവണ മാറാത്തത് മാറും, താമര വിരിയും. അത് ജനങ്ങൾ ഉറപ്പിച്ച തീരുമാനമാണ്. ജനങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 3 തവണ MLA ആയ V ശശിയെ മാറ്റി സംസ്ഥാന കൗൺസിൽ അംഗം മനോജ് B ഇടമനെയാണ് CPI മത്സരിപ്പിക്കുന്നത്. എതിർവികാരങ്ങളില്ലാത്തതിനാൽ അനുകൂല സാഹചര്യം തന്നെയാണ് ഇടത് വിലയിരുത്തൽ. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ് ചിറയൻകീഴ് മണ്ഡലം. അവിടെ എന്നും ഇപ്പോൾ 3 ടേമായി പുതിയ മണ്ഡലമായിട്ടാണ് ചിറയൻകീഴ് മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ ഇന്നേ വരെ ചുവപ്പല്ലാതെ LDF അല്ലാതെ വേറെ ആരും വിജയിച്ചിട്ടില്ല. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തിരഞ്ഞെടുപ്പായാലും LDFന് കൂടുതൽ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമായി ഇത് മാറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കമുള്ളതും 2 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഴൂർ മുതാക്കൽ പഞ്ചായത്തുകളിലെ ഭരണം ലഭിച്ചതാണ് BJPയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ 3 തവണയും ഒപ്പം നിന്ന് ചിറയൻകീഴ് നിലനിർത്താനാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. കാലങ്ങളായി CPIക്കൊപ്പം നിൽക്കുന്ന കോട്ട പിടിച്ചെടുക്കാനാണ് രമ്യ ഹരിദാസ് രംഗത്തിറങ്ങിയത്. എന്നാൽ രമ്യക്കെതിരെ അവർ സ്ഥാനാർത്ഥിയായി വന്നത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായ BS അനൂപ്. എന്തായാലും ചിറയൻകീഴിൽ ഇത്തവണ പോരാട്ടം കടുക്കുമെന്നുറപ്പ്. ചന്തു പ്രവചനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.